ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ UK നിന്ന് നേരെ പോകുന്നത് ഫ്രാൻസിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, ഈ കടലിടന്ന് അക്കരെ എത്തിയ ഫ്രാൻസാണ് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നേരെ പോയത് കാൻറ്റർബറിലാണ് കേട്ടോ. അവിടെയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായ ബോണിയും ബോണിൻ്റെ വൈഫ് അലൻമേരിയും താമസിക്കുന്നത്. അപ്പോൾ അവരുടെ പാക്കേജാണ് കേട്ടോ ഇത്. ഈ ഡോവറും അവരുടെ വീട്ടിലെ ഫുഡും പിന്നെ അക്കോമഡേഷനും. പിന്നെ നമ്മുടെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായ ജിഷ്ണു. അപ്പോൾ നമ്മൾ 5 ആളും കൂടെയാണ് കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഈ യാത്ര പോകുന്നത്. അതും കാൻറ്റർബറിൽ നിന്ന് ഒരു 20 മിനിറ്റ് കാർ യാത്ര. അപ്പം എന്നെപ്പോലെ മടിയില്ലാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. എന്താണെന്നറിയത്തില്ല, പണ്ടത്തെ പോലെ അങ്ങ് നടക്കാൻ പറ്റുന്നില്ല. മനസ്സെത്തുന്നിടത്ത് കാലെത്താത്തയാണോ അതോ കാലെത്തുന്നിടത്ത് മനസ്സെത്താത്തയാണോ എന്ന് എനിക്കറിയത്തില്ല, അതോ പ്രായത്തിൻ്റെ ആണോന്ന്. പക്ഷേ എന്നെയും മുന്നോട്ട് നയിക്കുന്നത് ഈ ജിഷ്ണുവും അവൻ്റെ ചളിയുമാണ് കേട്ടോ. അങ്ങനെ ഞാനീ ഓടിച്ചാടി പോകുന്നത് ബീച്ചിലോട്ടാണെന്നുള്ള ഒറ്റ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ കടമ്പകളും കഴിഞ്ഞു എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞാനീ പോകുന്നത്. അപ്പോൾ ദേ കിടക്കുന്ന ഒരു അടുത്ത കടമ്പ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടെന്ന് പറയുന്നത് പോലെ എൻ്റെ മുമ്പിലേക്കും പ്രത്യക്ഷപ്പെട്ടു കേട്ടോ ഈ ലാഡറും കൂടെ കടന്ന് വേണം കേട്ടോ നമ്മൾ ഈ ബീച്ചിലെത്താൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയും കടമ്പ കടന്നൊരു ബീച്ച് കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ നമ്മൾ 2-2.5 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ തന്നെ വേണമല്ലോ ഈ കയറ്റം കയറാൻ എന്ന് വിചാരിക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. തിരിച്ചിറക്കാനും ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ.